നമസ്കാരം. വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നിറമരുതൂരിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. ആലിക്കാമ്പറമ്പിൽ ഉമ്മർ ഫാറൂഖിന്റെ മകൻ 10 വയസ്സുകാരനായ മുഫാസ് ആണ് മരണപ്പെട്ടത്. അമ്പലക്കുളങ്ങര KG-പടി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ഡിവൈഎഫ്ഐ തൃക്കണ്ടിയൂർ മേഖലാ കമ്മിറ്റി ചക്രസ്തംഭന സമരം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തിരുനാവായ നാവാമുകുന്ന ഹൈസ്കൂളിലെ 1985-88 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങ് ഒ രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പറവണ്ണ GMUP സ്കൂൾ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി ലോഞ്ചിംഗ് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലർ സെക്രട്ടറി VR അർജുൻ നിർവഹിച്ചു. മാണൂർ മലബാർ ഡെന്റൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററും ചെറിയ പരപ്പൂർ മാതൃകാ കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് നടത്തി. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് 2025 വർഷത്തെ കേരളോത്സവം ഫുട്ബോൾ മത്സരത്തോടെ തുടക്കമായി. ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മങ്ങാട് ആലിക്കാമ്പറമ്പിൽ ഉമ്മർ ഫാറൂഖിന്റെ മകൻ 10 വയസ്സുകാരനായ മുഫാസ് കുളത്തിൽ വീണ് മരണപ്പെട്ടു. നിറമരുതൂർ GUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂട്ടുകാരനോടൊപ്പം കുളിക്കാൻ പോയ മുഫാസിനെ കാണാതെയാവുകയായിരുന്നു. തുടർന്ന് നിറമരുതൂർ ഹൈസ്കൂളിന് സമീപമുള്ള കുളത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ വൈകിട്ട് 7 മണിയോടുകൂടി മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സുനിറ മാതാവും യൂസുഫ് സഹോദരനുമാണ്. വെട്ടൻ ന്യൂസ് നിറമരുതൂർ. അമ്പലക്കുളങ്ങര KG-പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത തിരൂർ മുനിസിപ്പാലിറ്റിക്കെതിരെ ഡിവൈഎഫ്ഐ തൃക്കണ്ടിയൂർ മേഖലാ കമ്മിറ്റി ചക്രസ്തംഭനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അമ്പലക്കുളങ്ങരയിൽ സംഘടിപ്പിച്ച പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സുമിത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വിനായക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ സെക്രട്ടറി ജെയ്സൽ, പ്രസിഡന്റ് സുർജിത്ത് എന്നിവർ സംസാരിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് സെക്രട്ടറി സുമിത് അറിയിച്ചു. വെട്ടൻ ന്യൂസ് തിരൂർ. തിരുനാവായ നാവാമുകുന്ന ഹൈസ്കൂളിലെ 1985-88 അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമാഞ്ജലി 2025 ഒ രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് അമ്പലക്കാട് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമാഞ്ജലി 2025 ഒ രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വാഹനങ്ങളിൽ ബസ്സിലോ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ടാവാം ഈ ആളുകളൊക്കെ. ചിലർ പുരുഷന്മാരാണെങ്കിൽ കഷണ്ടിയായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ജനസംഖ്യ വന്നിട്ട് 5-10 കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും, ഉപചായക്ക് മാറിയിട്ടുണ്ടാവാം. അറിയില്ല, സംസാരിക്കില്ല. കുറേ കഴിയുമ്പോഴായിരിക്കും അത് ഒരു പക്ഷേ ഇന്ന് കാണുമ്പോഴായിരിക്കും അത് നീയായിരുന്നുവോ. മാതേക്കുട്ടിയുടെ പ്രശസ്തമായ കഥ അവസാനിക്കുന്നത് അങ്ങനെയാണ്. അഷ്റഫ് അമ്പലക്കാട് അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രത്യേകവും ഹൃദയസ്പർശിയുമായ ഒരു ദിനമാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഒരുമിച്ച് ചിരിച്ചും പഠിച്ചും കളിച്ചും സ്വപ്നങ്ങൾ കണ്ടും കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കളെ നമ്മൾ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിരുന്ന അധ്യാപകരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന്. ആ സന്തോഷത്തിലാണ് ഇന്ന് നമ്മൾ. പഴയകാല അധ്യാപകരായ അച്യുതൻകുട്ടി, ശോഭന, ജീവനക്കാരായ വാസുദേവൻ നമ്പൂതിരി, ജലീൽ തിരുനാവായ, AK വിജയൻ, പ്രേമൻ അനീക്കോട്ടിൽ, പ്രീത മംഗലശ്ശേരി, മുജീബ് പൂളക്കൽ, ദേവാനന്ദൻ, ഷൈജു, MP അഷ്റഫ്, ഹനീഫ എടക്കുളം,
ജലീൽ അമരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സഹപാഠികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ചു. വെട്ട ന്യൂസ് തിരുനാവായ. പറവണ്ണ GMUP സ്കൂളിൽ നടക്കുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഭാഗമായി ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി ലോഞ്ചിംഗ് അരിക്കാഞ്ചിറ ഗോൾഡ് സ്റ്റേഡിയത്തിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR അർജുൻ നിർവഹിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അർജുൻ VR നിർവഹിച്ചു. വെട്ടം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു, റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷുക്കൂർ MK, ജേഴ്സി സ്പോൺസർ ചെയ്ത വിദ്യാലയത്തിലെ രക്ഷിതാവ് ഫൈസൽ KK, PTA പ്രസിഡന്റ് M ഫൈസൽ, SMC ചെയർമാൻ ഷിഹാബ് PP, PTA വൈസ് പ്രസിഡന്റ് സുലൈമാൻ, PTA അംഗം അബ്ദുൽ നാസർ, SMC അംഗം നൌഷാദ്, റാസിഖ്, അധ്യാപകരായ ജമാലുദ്ദീൻ, ബിജു R, അധ്യാപികമാരായ വീണാദാസ്, ഷീല NP, മിനിക്കുട്ടി, വീണ വിജയൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് സജയ് P നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ് പറവണ്ണ. മാതൃക കലാസാംസ്കാരിക വേദിയുടെ വാർഷികത്തോടനുബന്ധിച്ച് മാണൂർ മലബാർ ഡെന്റൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററും ചെറിയ പരപ്പൂർ മാതൃക കലാസാംസ്കാരിക വേദി ആൻഡ് യൂത്ത് കൂട്ടായ്മയും സംയുക്തമായി സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് നടത്തി. വാർഡ് മെമ്പർ സുൽഫത്ത് അബ്ബാസ് ഉർവിലിന് ആദ്യ ടോക്കൺ നൽകി ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി റംഷീദ്, പ്രസിഡന്റ് ഉണ്ണി, ട്രഷറർ നാസർ, CP സ്റ്റോർ ചെയർമാൻ നാസർ PP, പ്രസിഡന്റ് സർജിമോൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അജ്മൽ, സമദ്, നൌഷാദ് MP, കമ്മിറ്റി പ്രസിഡന്റ് സർജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് തിരുനാവായ. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് 2025 വർഷത്തെ കേരളോത്സവം ഫുട്ബോൾ മത്സരത്തോടെ തുടക്കമായി. ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ KP വാഹിദ അധ്യക്ഷത വഹിച്ചു. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് 2025 വർഷത്തെ കേരളോത്സവം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ മത്സരത്തിൽ സനം കല്ലിങ്ങൽ ജേതാക്കളായി. ലമക് മഞ്ഞച്ചോല 2ഉം യുണൈറ്റഡ് FC 3ാം സ്ഥാനവും നേടി. മെമ്പർമാരായ K ഷമീർ, MDV റാഷിദ്, A മുസ്തഫ, K ഹൈദർ, നാസർ കൈതക്കൽ, CK ലത്തീഫ്, സലാം, റഷീദ് പൊട്ടങ്ങൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഷട്ടിൽ, വോളിബോൾ, അത്ലറ്റിക്, ക്രിക്കറ്റ്, നീന്തൽ, പഞ്ചഗുസ്തി, ചെസ്, ആർട്സ്, വടംവലി തുടങ്ങിയ മത്സരങ്ങൾ വിവിധങ്ങളായ ഏരിയയിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ സ്വാഗതവും കോർഡിനേറ്റർ ഷംസു നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് കൽപ്പകഞ്ചേരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.